നമ്മൾ ക്രിയേറ്റ് ചെയ്ത AI ഇൻഫ്ലുവൻസറിനെ വെച്ചിട്ട് എങ്ങനെ നമുക്ക് റിയൽ ക്യാഷ് ഏൺ ചെയ്യാം എന്നുള്ളത് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ കാണിച്ചു തരാം. ഇപ്പോൾ നിങ്ങൾക്ക് ഒരുപാട് AI ഇൻഫ്ലുവൻസേഴ്സിനെ സോഷ്യൽ മീഡിയയിൽ കാണാനായിട്ട് പറ്റും. സോ ഇതുപോലൊരു ക്യാരക്ടറിനെ നമുക്ക് എങ്ങനെ ജനറേറ്റ് ചെയ്തെടുക്കാം, നമ്മൾ ജനറേറ്റ് ചെയ്ത ആ ഒരു ക്യാരക്ടറിനെ വെച്ചിട്ട് നമുക്ക് സോഷ്യൽ മീഡിയയിൽ വീഡിയോസ് അപ്ലോഡ് ചെയ്തിട്ട് എങ്ങനെ നമുക്ക് ക്യാഷ് ഏൺ ചെയ്യാം എന്നുള്ളതാണ്. അതിൻ്റെ ഒരു കറക്റ്റ് പോസിബിൾ ഫൈനസ്റ്റ് വേ ആണ് ഇന്നത്തെ വീഡിയോ ഞാൻ കാണിച്ചു തരാനായിട്ട് പോകുന്നത്. സോ ഞാൻ ഇതിനായിട്ട് ക്രിയേറ്റ് ചെയ്ത ഒരു വീഡിയോ നിങ്ങൾ ജസ്റ്റ് ഒന്ന് കണ്ടു നോക്കൂ. കണ്ടില്ലേ, സംഭവം അടിപൊളിയാണ്. നിങ്ങൾ എന്തായാലും ഇതൊന്ന് കണ്ടിരിക്കുക, അല്ലാന്നുണ്ടെങ്കിൽ ജസ്റ്റ് നിങ്ങളൊന്ന് അറിഞ്ഞിരിക്കുക. കാരണം ഇങ്ങനെയൊക്കെ നടക്കുന്നുണ്ട്, ഇൻഫ്ലുവൻസേഴ്സിനൊക്കെ നമുക്ക് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും എന്നുള്ളത് നിങ്ങളൊന്ന് അറിഞ്ഞിരിക്കുക. സോ ഇനി നമുക്കിത് എങ്ങനെ ക്രിയേറ്റ് ചെയ്യാം എന്നുള്ളത് ഞാൻ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. ഒന്നെങ്കിൽ നിങ്ങൾ ഗൂഗിൾ ഓപ്പൺ ചെയ്തിട്ട് ഹിക്സ്ഫീൽഡ് എന്ന് സെർച്ച് ചെയ്യുക, അല്ലാന്നുണ്ടെങ്കിൽ ഡിസ്ക്രിപ്ഷനിൽ ഞാൻ ലിങ്ക് കൊടുത്തിട്ടുണ്ട്, ഡിസ്ക്രിപ്ഷനിലും കമൻറ്റ് ബോക്സിലും ഉണ്ടാവും. സോ അത് ക്ലിക്ക് ചെയ്താലും മതി. അത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഹിക്സ്ഫീൽഡിൻ്റെ വെബ്സൈറ്റിലോട്ട് വരാൻ പറ്റും. സോ ഇതിന് മുകളിലായിട്ട് നിങ്ങൾക്ക് പുതിയ 2 ഓപ്ഷൻസ് കാണാൻ പറ്റും. ഒന്ന് ഹിക്സ്ഫീൽഡ് ഏണും അതുപോലെ തന്നെ ഇൻഫ്ലുവൻസർ സ്റ്റുഡിയോ എന്ന് പറയുന്ന പുതിയ 2 ഓപ്ഷൻസ് അവർ കൊണ്ടുവന്നിട്ടുണ്ട്. സോ ഇതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കൊരു ഇൻഫ്ലുവൻസറിനെ അല്ലെങ്കിൽ ഒരു ക്യാരക്ടറിനെ നമുക്ക് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. ആ ക്യാരക്ടറിനെ വെച്ചിട്ട് നമുക്ക് ഫോട്ടോസും വീഡിയോസും അങ്ങനെ എല്ലാ കാര്യങ്ങളും ചെയ്യാൻ പറ്റും. ഒരു AI ഇൻഫ്ലുവൻസറിനെ നമുക്ക് ക്രിയേറ്റ് ചെയ്യാൻ പറ്റുന്നു ബേസിക്കലി. സോ പിന്നെ അതിനുശേഷം ഈ ഒരു ഇൻഫ്ലുവൻസറിനെ വെച്ചിട്ട് നിങ്ങൾ യൂട്യൂബിലും അതുപോലെ തന്നെ ഇൻസ്റ്റഗ്രാമിലൊക്കെ സോഷ്യൽ മീഡിയയിൽ നിങ്ങൾ വീഡിയോസ് പോസ്റ്റ് ചെയ്യുകയാണ് അല്ലെങ്കിൽ ഫോട്ടോസ് പോസ്റ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ വ്യൂസും ലൈക്സും അനുസരിച്ചിട്ട് നിങ്ങൾക്ക് ഇവിടെ വന്നു കഴിഞ്ഞാൽ ഹിക്സ്ഫീൽഡ് ഏൺ എന്ന് പറയുന്നത് കാണാൻ പറ്റും. അപ്പോൾ നിങ്ങൾ ആ ഒരു ക്രിയേറ്റ് ചെയ്ത വീഡിയോയുടെ ലിങ്ക് ഇവിടെ വന്നിട്ട് കോപ്പി ആൻഡ് പേസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ വ്യൂസ് അനുസരിച്ച് നിങ്ങൾക്ക് ക്യാഷ് കിട്ടും. അത് ഞാൻ വഴിയെ പറഞ്ഞുതരാം. ആദ്യം തന്നെ നമുക്ക് എങ്ങനെ ഒരു ക്യാരക്ടറിനെ ക്രിയേറ്റ് ചെയ്യാം എന്നുള്ളത് നോക്കാം. സോ ഞാനിവിടെ AI ഇൻഫ്ലുവൻസർ സ്റ്റുഡിയോ എന്ന് പറയുന്ന ഇത് ക്ലിക്ക് ചെയ്യാണ്. സോ ഇങ്ങനെ ഒരു ഇൻ്റർഫേസ് ആണ് നിങ്ങൾക്ക് കാണാൻ പറ്റും. അപ്പോൾ ഇതിൻ്റെ റൈറ്റ് സൈഡിലായിട്ട് നിങ്ങൾക്ക് ഏത് തരത്തിലുള്ള ഒരു ഇൻഫ്ലുവൻസറിനെ നിങ്ങൾക്ക് ക്രിയേറ്റ് ചെയ്യണം എന്നുള്ളത് ചോദിക്കുന്നുണ്ട്. ഹ്യൂമൻ ഉണ്ട്, അതുപോലെ തന്നെ ഒരുപാട് ക്രോക്കഡൈൽ, ആൻസ്, ബി, ഒക്ടോബേഴ്സ്, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ വരുന്നുണ്ട്. എത്രത്തോളം വെറൈറ്റി ആക്കാൻ നോക്കുന്നോ അല്ലെങ്കിൽ ആൾക്കാരുടെ ശ്രദ്ധ പിടിച്ചു പറ്റാൻ നോക്കുന്നോ അത്രത്തോളം നിങ്ങൾക്ക് വ്യൂസ് കിട്ടാനുള്ള ചാൻസ് കൂടുതലാണ്. ഞാനിപ്പോൾ നിങ്ങൾക്ക് കാണിച്ചു തരാനായിട്ട് ഇവിടെ ഒരു ഹ്യൂമനെ തന്നെയാണ് സെലക്ട് ചെയ്യുന്നത്. ഓക്കെ, അതിനുശേഷം നിങ്ങൾ അടിക്ക് വന്നു കഴിഞ്ഞാൽ ആ ഹ്യൂമൻ്റെ ജെൻഡർ സെലക്ട് ചെയ്യാൻ ചോദിക്കുന്നുണ്ട്. മെയിൽ ആണെങ്കിൽ മെയിൽ, ഫീമെയിൽ, ട്രാൻസ്, നോൺ ബൈനറി, ട്രാൻസ്മാൻ, അങ്ങനെയൊക്കെ ചോദിക്കുന്നുണ്ട്. സോഷ്യൽ മീഡിയയിൽ ഏറ്റവും കൂടുതൽ വ്യൂസ് കിട്ടാനുള്ള ചാൻസ് ഫീമെയിൽസിനാണ്. സോ ഞാൻ ഫീമെയിൽ സെലക്ട് ചെയ്യാണ്. അതിനുശേഷം ഇവിടെ നമുക്ക് ഒറിജിൻ ഏതാണെന്ന് ചോദിക്കുന്നുണ്ട്. സോ ഏഷ്യൻ ഉണ്ട്, ഇന്ത്യൻ ഉണ്ട്, യൂറോപ്പ് ഉണ്ട്, ആഫ്രിക്ക ഉണ്ട്, ഏത് വേണമെങ്കിലും നിങ്ങൾക്ക് സെലക്ട് ചെയ്യാം. ഞാനിപ്പോൾ ഇവിടെ ഇന്ത്യനാണ് സെലക്ട് ചെയ്യുന്നത്. അതിനുശേഷം സ്കിൻ കളർ ചോദിക്കുന്നുണ്ട്. ഞാനിവിടെ ബ്രൗൺ മാത്രം സെലക്ട് ചെയ്യുന്നുള്ളൂ. നമുക്ക് വേണമെങ്കിൽ മൾട്ടിപ്പിൾ ആയിട്ട് സെലക്ട് ചെയ്യാം, നിങ്ങളുടെ ചോയ്സാണ്. അതിനുശേഷം ഐ കളർ ചോദിക്കുന്നുണ്ട്. ഇത് നിങ്ങൾക്ക് അത്രത്തോളം റിയലിസ്റ്റിക് ആക്കാൻ പറ്റുന്ന അത്രത്തോളം നല്ലത്. പക്ഷേ ഒന്ന് എടുത്ത് കാണിക്കാനായിട്ട് നിങ്ങൾക്ക് കാണിച്ചു തരാൻ വേണ്ടിയിട്ട് ഞാനിപ്പോൾ ഇവിടെ ഒരു ബ്ലൂ ആണ് സെലക്ട് ചെയ്യുന്നത്. ഓക്കെ, അതുപോലെ തന്നെ നിങ്ങൾക്ക് കളർ വേണമെങ്കിൽ നിങ്ങൾക്ക് കസ്റ്റമൈസ് ചെയ്ത് കൊടുക്കാനും പറ്റും കേട്ടോ. ഇനി സ്കിൻ കണ്ടീഷൻസ് ചോദിക്കുന്നുണ്ട്. സോ ഇപ്പോൾ തന്നെ നിങ്ങൾ ഇൻസ്റ്റഗ്രാമിലും യൂട്യൂബിലൊക്കെ കണ്ടിട്ടുണ്ടോ ഇങ്ങനെ പിഗ്മെൻറ്റേഷൻ വന്ന ഇൻഫ്ലുവൻസേഴ്സിനെ. സോ ഞാനിപ്പോൾ അടുത്ത് ഇൻസ്റ്റഗ്രാമിലൊക്കെ കണ്ടിട്ടുണ്ടായിരുന്നു ഇങ്ങനെ പിഗ്മെൻറ്റേഷൻ വന്ന ആൾക്കാരുടെ. സോ ഞാൻ ആദ്യം വിചാരിച്ചത് അത് റിയൽ ആണെന്നാണ്. പക്ഷേ ഇപ്പോൾ എനിക്ക് മനസ്സിലായി അത് റിയൽ ആണോ ഫേക്ക് ആണോ എന്നുള്ളത്. അതൊരു AI ആയിരുന്നു കേട്ടോ. സോ ഞാനിപ്പോൾ ഇവിടെ സ്കാർസ്, ബേൺസ്, അതുപോലെ തന്നെ കുറച്ചും കൂടി ഒന്ന് എടുത്ത് കാണിക്കാനായിട്ട് വേണമെങ്കിൽ നമുക്കൊരു പിഗ്മെൻറ്റേഷൻ അല്ലെങ്കിൽ ബർത്ത് മാർക്സ് ഒക്കെ കൊടുക്കാം. ഓക്കെ, ഞാൻ ബർത്ത് മാർക്സും കൂടി കൊടുക്കുന്നുണ്ട്. ഇനി ഏജ് ചോദിക്കുന്നുണ്ട്. അഡോൾട്ട് ആണോ, മെച്ചുവേർഡ് ആണോ, സീനിയർ ആണോ ചോദിക്കുന്നുണ്ട്. ഞാനിപ്പോൾ ഇവിടെ മെച്ചുവേർഡ് ആണ് ക്ലിക്ക് ചെയ്യുന്നത്. ഇനി നിങ്ങൾ അഡ്വാൻസ്ഡ് സെറ്റിങ്സിൽ വന്നു കഴിഞ്ഞാൽ അതിൻ്റെ ടൈപ്പ് ചോദിക്കുന്നുണ്ട്. ഹ്യൂമൺ ആണോ, റെപ്റ്റൈൽ ആണോ, മെക്കാനിക്കലാണോ, അതൊക്കെ നിങ്ങൾക്ക് സെലക്ട് ചെയ്യാം. ഞാനിപ്പോൾ പിന്നെ ഐൻ്റെ ഡീറ്റെയിൽസ് ചോദിക്കുന്നുണ്ട്. ഗ്ലോയിങ് ഐ ആണോ, ബ്ലൈൻഡ് ഐ ആണോ വേണ്ടത്. അതുപോലെ തന്നെ മൗത്ത്, ലാർജ് മൗത്ത്, നോ ടീത്ത്, ഷാർപ്പ് ടൂത്ത്, ഒരുപാട് കാര്യങ്ങൾ ചോദിക്കുന്നുണ്ട്. ഞാനിപ്പോൾ നമ്മുടെ ഇന്ത്യൻ ആണല്ലോ, നമുക്ക് കുറച്ചുകൂടി ഒന്ന് വെറൈറ്റി ആക്കാൻ ഫോക്കിൽ ടങ് കൊടുക്കാം. പിന്നെ ഇയേഴ്സ് ഇത് കൊടുക്കാം. ഇനി ഹോൺസ്, ഇതൊന്നും വേണ്ട. സ്കിൻ മെറ്റീരിയൽ ഹ്യൂമൻ സ്കിൻ തന്നെ മതി. സർഫേസ് പാറ്റേൺ, അത് നിങ്ങളുടെ പിഗ്മെൻറ്റേഷൻ ഏത് പാറ്റേണിൽ വരുന്നതെന്നാണോ ചോദിക്കുന്നത്. അതിപ്പോൾ സോളിഡ് മതി. ഓക്കെ,
ഈ ഭാഗത്തെല്ലാം കംപ്ലീറ്റ് ആയി കഴിഞ്ഞാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ പ്രോംപ്റ്റ് എന്ന് പറഞ്ഞ ഓപ്ഷൻ കാണാൻ പറ്റും. നിങ്ങൾക്ക് വേണമെങ്കിൽ ഒരു ഡീറ്റെയിൽഡ് പ്രോംപ്റ്റ് കൊടുക്കും, എങ്ങനെ വരണം, ഏത് രീതിയിൽ വരണം എന്നുള്ളതൊക്കെ. ഞാനിപ്പോൾ അതൊരു ഓപ്ഷനിലാണ്, വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കൊടുക്കാം ഒരു ഡീറ്റെയിൽഡ് പ്രോംപ്റ്റ്. ഞാനത് കൊടുക്കുന്നില്ല. ഓക്കെ, അതിനുശേഷം ഞാനിപ്പോൾ ഇവിടെ പ്രോംപ്റ്റ് കൊടുക്കുന്നില്ല. അതിനുശേഷം ഞാനിപ്പോൾ ഇവിടെ ജനറേറ്റ് ഇൻഫ്ലുവൻസർ എന്ന് പറയുന്ന ഈ ഒരു ഓപ്ഷൻ ക്ലിക്ക് ചെയ്യാണ്. സോ ഇവിടെ കാണാൻ പറ്റും അത് ക്യൂവിലാണ്. ജനറേഷൻ സ്റ്റാർട്ടഡ് എന്ന് പറഞ്ഞിട്ട് ഓപ്ഷൻ വന്നിട്ടുണ്ട്. ഇപ്പം അത് ഇൻ പ്രോഗ്രസ്സിൽ വന്നിട്ടുണ്ട്. മാൻ, നമ്മുടെ ഇൻഫ്ലുവൻസർ ഇവിടെ വന്നിട്ടുണ്ട്. ഒയ്യോ, കാണുമ്പോൾ തന്നെ പേടിയാവുന്നല്ലോ. ഇൻസ്ലി എ ഫുള്ളി കസ്റ്റമൈസബിൾ AI ഇൻഫ്ലുവൻസർ ഡിസൈൻഡ് ഫോർ വൈറാലിറ്റി. ഓക്കെ, സോ ഇതാണ് നമ്മുടെ ഇൻഫ്ലുവൻസർ. ഞാനിപ്പോൾ ക്രിയേറ്റ് ചെയ്ത ഇൻഫ്ലുവൻസർ ഇതാണ്. കാണാനൊരു എന്താ ചെയ്യുക, എനിക്ക് ഈ ഒരു ടങ്ക് കാണുമ്പോൾ കുഴപ്പമില്ല, അഡ്ജസ്റ്റ് ചെയ്യാം. ബട്ട് മാൻ, റീക്രിയേറ്റ് ചെയ്താലോ നമുക്ക്? ഡാം, ഓ വന്നിട്ടുണ്ട്. പേര് പീസ് എന്നാണ് പേര്. ഓക്കെ, ഇത് കാണാൻ കുഴപ്പമില്ല കേട്ടോ. പക്ഷെ കാണുമ്പോൾ ഒരു ഭംഗിയൊക്കെ ഉണ്ട്. പക്ഷെ എവിടേക്ക് എന്തോ ഒരു മാൻ, ഒരു അട്രാക്റ്റീവ്നെസ് ഉണ്ട്. അതായത് വൈറലാവാനുള്ള രീതിയിലുള്ള അട്രാക്റ്റീവ്നെസ് ഉണ്ടോ? മാൻ, നമുക്കൊരു കാര്യം ചെയ്യാം, ഇവളെ തന്നെ മുൻപോട്ട് പോവാം നമുക്ക്. ഇനിയിപ്പോൾ ഇത് ആനിമേറ്റ് ചെയ്യണത് എങ്ങനെയാണെന്നുള്ളത് നോക്കാം. നമുക്ക് ഇവിടെ ഒരു ഓപ്ഷൻ കാണാൻ പറ്റും, ട്രൈ ഫ്രീ എന്ന് പറയണേ. സോ എക്സ്പ്ലോർ മോർ ക്ലിക്ക് ചെയ്യാം. ഏത് തരത്തിലാണ് നമ്മുടെ ഇൻഫ്ലുവൻസർ വരേണ്ടതെന്നുള്ളതാണ്. സോ നമുക്ക് ഏതപ്പം നല്ലൊരു സാധനം, ഇത് കൊടുക്കാം. സെറ്റ്. സോ ഈ വീഡിയോയിൽ നമുക്ക് നമ്മുടെ ഇൻഫ്ലുവൻസറിനെ കൊണ്ടുവരാട്ടോ. ക്വാളിറ്റി 720p ഉണ്ട്, 1080p ഉണ്ട്. ഞാനിപ്പോൾ 1080p സെലക്ട് ചെയ്യുന്നുണ്ട്. സീൻ കൺട്രോൾസ്, ചൂസ് വേർ ദ ബാക്ക്ഗ്രൗണ്ട് ഷുഡ് കം ഫ്രം. ഓക്കെ, സോ ഞാനിവിടെ ജനറേറ്റ് എന്ന് പറഞ്ഞ ഓപ്ഷൻ ക്ലിക്ക് ചെയ്യാണ്. ഗൈസ്, നമ്മുടെ വീഡിയോ ഇവിടെ ജനറേറ്റ് ആയിട്ട് വന്നിട്ടുണ്ട്. നമുക്കൊന്ന് വാച്ച് ചെയ്ത് നോക്കാം. ഗൈസ്, ഇത് സീനാട്ടോ, പക്കായിട്ട് വന്നിട്ടുണ്ട്. പക്ഷെ ഒരു വൈറലാവാനുള്ള വീഡിയോ മാത്രം ഉണ്ടോ എന്നുള്ളത് എനിക്കറിയില്ല. കാരണം ഇത് കണ്ടാൽ തന്നെ ഒരു ടച്ച് ഉണ്ട് കേട്ടോ. പക്ഷെ നമുക്ക് പ്രോപ്പറായിട്ടുള്ള പ്രോംപ്റ്റ് യൂസ് ചെയ്തിട്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അടിപൊളിയായിട്ട് കിട്ടും. സോ ഇനി ഞാനിതൊന്ന് ഡൗൺലോഡ് ചെയ്യാണ്. ഇതാ ഡൗൺലോഡ് ചെയ്യാനുള്ള ഓപ്ഷൻ ക്ലിക്ക് ചെയ്തു ഞാൻ. സോ വീഡിയോ ഡൗൺലോഡ് ആയിട്ടുണ്ട്, 50 MB വരുന്നുണ്ട്. ഓക്കെ, സോ ഇനി ഞാൻ ഈ ഒരു ബട്ടൺ ക്ലിക്ക് ചെയ്യാണ്, ഹിറ്റ്ഫീൽഡ് ഏൺ എന്ന് പറയുന്ന ഓപ്ഷൻ. ഇനിയിപ്പോൾ നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും സബ്മിറ്റ് വീഡിയോ ആൻഡ് സ്റ്റാർട്ട് ഏണിംഗ് എന്ന് പറയുന്ന ഓപ്ഷൻ കാണാൻ പറ്റും. ഇതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഏൺ ചെയ്യാൻ പറ്റും. നമ്മൾ ഉണ്ടാക്കിയ ആ ഒരു ഇൻഫ്ലുവൻസറിനെ വെച്ചിട്ട് അവരുടെ വ്യൂസ് അനുസരിച്ചിട്ട്, ഇപ്പോൾ ഇൻസ്റ്റഗ്രാമിലാണോ അതോ യൂട്യൂബിലാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ വ്യൂസ് അനുസരിച്ചിട്ട് നമുക്ക് ഇവിടെ ക്യാഷ് ഏൺ ചെയ്യാനായിട്ട് പറ്റും എന്നുള്ളതാണ്. ഇനി നിങ്ങൾ ഈ കാണുന്ന ഈ സബ്മിറ്റ് വീഡിയോ എന്ന് പറയുന്ന ഈ കാണുന്ന ബോക്സിൽ ക്ലിക്ക് ചെയ്തിട്ട് അതിൽ നിങ്ങളുടെ ഇമെയിൽ ID ടൈപ്പ് ചെയ്തിട്ട് അതിൽ നിങ്ങളുടെ വീഡിയോയുടെ ലിങ്ക് ഉണ്ടാവുമല്ലോ. ഇപ്പോൾ ഇൻസ്റ്റഗ്രാം ആണെങ്കിൽ ഇൻസ്റ്റഗ്രാം, യൂട്യൂബ് ആണെങ്കിൽ യൂട്യൂബ്, അതിൻ്റെ ലിങ്ക് എടുത്തിട്ട് അതിൽ കൊടുത്തിട്ട് പേസ്റ്റ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ വ്യൂസ് അനുസരിച്ചിട്ട് ഏൺ ചെയ്യാനായിട്ട് പറ്റും. ഇത് കംപ്ലീറ്റ്ലി ഫ്രീ ആണ്. സോ എല്ലാവർക്കും ട്രൈ ചെയ്ത് നോക്കാൻ പറ്റും. സോ മാക്സിമം എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. നല്ല യൂസ്ഫുൾ ആയിട്ടുള്ളൊരു വെബ്സൈറ്റാണ് ഹിറ്റ്ഫീൽഡ് എന്ന് പറയുന്ന വെബ്സൈറ്റ്. സോ ട്രൈ ചെയ്ത് നോക്കുക. ലിങ്ക് ഡിസ്ക്രിപ്ഷനിലുണ്ട്. സോ താങ്ക്സ് ഫോർ വാച്ചിങ്. വി ക്യാൻ സീ നെക്സ്റ്റ് ടൈം. ബൈ.